വി റൂട്ട്സ് ബയോഹാക്ക് സെന്ററിന്റെ വെൽത്തി വെനസ്ഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രേക്ഷകർ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിവിടെ നൽകാൻ പോകുന്നത്. ഡോക്ടർ, ഒട്ടും ആൽക്കഹോൾ കഴിക്കാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയിരിക്കെ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എന്താണ് ഫാറ്റി ലിവർ? യെസ്, ഡെഫിനറ്റ് ആയിട്ടും മദ്യപിക്കാത്ത ഒരാൾക്കും ഫാറ്റി ലിവർ വരുന്നുണ്ട്. ഞാനിവിടെ ഇഷ്ടംപോലെ കേസസ് കാണുന്നുണ്ട്. പലപ്പോഴും ഫാറ്റി ലിവറിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഡയബറ്റിസ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ അവരുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ ATP ആക്കാൻ കഴിവില്ലാത്ത മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ എന്നൊരു കണ്ടീഷൻ വരിക, അവർക്ക് ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന ഡിഫക്ട്സ്, ഇവയൊക്കെ ഈ പറഞ്ഞ ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻസിന് കാരണമാണ്. ഇതെങ്ങനെ ചെറുത്ത് നിർത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ഡയറ്റും ഒക്കെയാണ്. ഡയറ്റിൽ പലപ്പോഴും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയാം, കുർക്കുമിൻ, മഞ്ഞളിൻ്റെ ഒരു പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ലെമൺ, പിയർ, ഗ്രേപ്സ് തുടങ്ങിയവയുടെ ജ്യൂസ് വളരെ റെക്കറൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഇൻക്ലൂഡിങ് റോസ്മേരി ഓയിൽ, നിങ്ങൾ തലയിൽ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോസ്മേരി ഓയിൽ നിങ്ങൾക്ക് ഉള്ളിൽ കഴിക്കാവുന്നതാണ്. റോസ്മേരി ഓയിലുള്ള റോസ്മാരിനിക് ആസിഡ് വളരെ ചെറിയ തോതിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവറിനെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് കൂടാതെ ഒരു പ്രോട്ടീൻ ഘടകം, അതുകൂടാതെ ഒരു വൈറ്റമിനും കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റി ലിവറെ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.